പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മളിപ്പോ നമ്മുടെ പര്യടനത്തിന്റെ ഭാഗമായി വന്നിരിക്കുന്നത് ചെർപ്പളശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. പാലക്കാട് ചെർപ്പളശ്ശേരി. എന്റെ ആഷ്മി, ചെർപ്പളശ്ശേരി എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിൽ തീപ്പന്ന പോലെ കത്തുന്ന ഒരു സാധനമുണ്ട്. ഞാനിവിടെ ധർമ്മശാസ്ത്ര കോളേജ്, ഒരു കോളേജുണ്ട്, പാരല കോളേജ്, കുറുമാപ്പള്ളി നമ്പൂതിരിയുടെ സ്ഥാപനമായിരുന്നു. അപ്പോൾ കുറുമാപ്പള്ളി നമ്പൂതിരി ഒരിക്കൽ ഒരു പ്രസംഗത്തിന് വിളിച്ചെന്നെ. ഞാൻ സന്തോഷ സമ്മതിച്ചു. അപ്പോൾ ഞാൻ വിളിച്ചിട്ട് ഞാൻ കൂടെ ചോദിച്ചു, കൂടെ ആരൊക്കെയാ ഉള്ളത്, ഗസ്റ്റുകൾ ആരൊക്കെയാ ഉള്ളത്? ചെറിയൊരു കവിയുണ്ട്. ഏത് കവി? വൈലോപ്പള്ളി ശ്രീധരവനും. ഞാൻ ഞെട്ടിപ്പോയി. മാത്രമല്ല വൈലോപ്പള്ളിയുടെ കൂടെ ഒരു കാറിലാണ് സഞ്ചരിക്കുന്നത് പറഞ്ഞു, തൃശ്ശൂർ നിന്ന് പാലക്കാട് വരെ. അപ്പോൾ അദ്ദേഹം തിരിച്ചു പോകുന്ന വഴിക്ക് രാത്രിയിലെ ഒരു അനുഭവം ഉണ്ടായി. അദ്ദേഹം പറഞ്ഞു, എന്താ ശ്രീനന്നാരെ പൂർണ്ണ ചന്ദ്രന്റെ ഒരു ശോഭ. ചന്ദ്രനെ കൊണ്ട് പറയാ. അപ്പൊ ഞാൻ എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല, പ്രശ്നമാകുമല്ലോ. അപ്പൊ ഞാൻ അനങ്ങാതിരുന്നപ്പോ പറഞ്ഞു, എന്റെ ഭാര്യ ഭാനുവും താങ്കളും ഒരുപോലെ സൗന്ദര്യബോധവും ഇല്ല എന്ന് അടിച്ചു കളഞ്ഞു വൈലോപ്പള്ളി. കാര്യം അന്ന് അവര് ഈ അദ്ദേഹത്തിന് ഒരു അനുഭവം പിന്നീട് എന്നോട് പറഞ്ഞു. അതായത് ഈ കൊപ്ര ഉണക്കി വെച്ചേക്കുന്നിടത്ത് ഈ കാക്ക വരാതിരിക്കാൻ ഇങ്ങനെ ഏൽപ്പിച്ചിട്ട് അവർ അടുക്കള പണിഞ്ഞുകൊണ്ടിരിക്കുക. അവർ DU ആയിരുന്നു, ഭാനുമതി ടീച്ചർ. അപ്പോ അവർ വന്ന് നോക്കുമ്പോൾ കൊപ്ര എല്ലാം കാക്ക പറക്കുന്നുണ്ടിരിക്കുക. എന്നിട്ട് വൈലോപ്പള്ളി പറയാ, എന്നാ കാക്കയ്ക്ക് ഒരു സൗന്ദര്യം. ഇത് തന്നെയാണ് പുള്ളി ഓർമ്മിച്ചത്. അപ്പൊ നമുക്ക് ഈ ചെർപ്പളശ്ശേരി ഇത് കേട്ട് കഴിഞ്ഞാൽ നമുക്കത് മറക്കാൻ പറ്റില്ല. ചെർപ്പളശ്ശേരി എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. പിന്നെ പ്രത്യേകിച്ച് വൈലോപ്പള്ളി ഒരു മഹാകവിയുടെ കൂടെ കുറച്ച് മണിക്കൂർ സഞ്ചരിക്കാനും വലിയൊരു ഭാഗ്യമാണ്. അപ്പൊ മുനിസിപ്പൽ ഓക്കെ വളരെ സന്തോഷം നിങ്ങളെയൊക്കെ കാണാൻ പറ്റിയത്. നമ്മുടെ വലിയൊരു യാത്രയുടെ ഭാഗമായിട്ട് ഇവിടെ വന്ന് ഇറങ്ങിയതാ. ഓക്കെ, സന്തോഷം. പോലീസ് ഓഫീസറും ഉണ്ട് അല്ലേ? ഓക്കെ. ഓ, ഇതാര്? ഓക്കെ, താങ്ക് യു. സന്തോഷം. ഈ നാട്ടുകാരനാ അല്ലേ? ഓക്കെ, ചെർപ്പളശ്ശേരി. ഓക്കെ, അപ്പൊ നമ്മുടെ ചെയർമാൻ ഫുൾ നെയിം ഇവിടെ രാമേന്ദ്രനാഥ് ഫുൾ നെയിം ചെർപ്പളശ്ശേരി, പാലക്കാട്. CPM ആണ് ഇവിടുത്തെ മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത്. അതെ, CPM ആണ് ഭരിക്കുന്നത്. അപ്പം ഇപ്പൊ ഇവിടുത്തെ ഒരു അവസ്ഥ എങ്ങനെയാ? കാര്യം നമ്മൾ ജില്ലകൾ ഇങ്ങനെ കടന്നു വരുന്തോറും നമുക്ക് ടെൻഷൻ കൂടുക. അല്ല, ഇവിടെ ഇപ്പൊ ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിൻ ശക്തമായി ഞങ്ങൾ എല്ലാവരും കൂട്ടായി യോജിച്ച് നന്നായി നടത്തിയിട്ടുണ്ട്. എല്ലാ സ്ഥാപനങ്ങളും കുട്ടികളെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നല്ല വിപുലമായ ക്യാമ്പയിനാണ് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് സജീവമായി കൂടുന്നുണ്ട്, പോലീസും വളരെ. എന്നാൽ പോലും ഇപ്പോഴും നമ്മുടെ ടെൻഷൻ അറിയോ, നമ്മള് അഡിക്ഷനുള്ള കുട്ടികളെ കണ്ടത് 7ാം ക്ലാസ് വരെയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുമ്പോഴാണ് ആലത്തൂരെ CA പറയുന്നു 4ാം ക്ലാസ്സുള്ള കുട്ടിയും കാണേണ്ടി വന്നു എന്ന് പറയുന്നു. അങ്ങനെ ഈ ചെറിയ കുട്ടികളെ പോലും ഇതിലേക്ക് സ്വാധീനിക്കാൻ കുറെ ആൾക്കാർ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അതിനെതിരെ എന്ത് ജാഗ്രതയാണ് മുനിസിപ്പാലിറ്റിക്ക് പാലിക്കാൻ പറ്റുക? അല്ല, അത്തരക്കാരൊക്കെ സ്കൂൾ പരിസരമൊക്കെ നിരീക്ഷിക്കുക. അത്തരത്തിൽ നമ്മൾ സ്ട്രോങ് ആണല്ലോ ഈ കാര്യത്തിൽ. അതായത് സ്ട്രോങ് ആണ്. HM വളരെ സ്ട്രോങ് ആണ്. വളരെ സ്ട്രോങ് ആയിട്ട് വളരെ ഫലപ്രദമായി ഇടപെടാൻ കഴിയുന്നുണ്ട്. എന്നാലും ജാഗ്രത കൂടുതലുമാണ്. മാത്രമല്ല നമ്മൾ ഇനി ഇതൊന്നും വെച്ച് നടത്താൻ പറ്റത്തില്ല. വളരെ അങ്ങ് ശരിക്കും പ്രോപ്പർലി എവിടെയാ സ്ഥലം? ഞാൻ ചെർപ്പളശ്ശേരിയാണ്. ഇവിടെ 6 കിലോമീറ്റർ അപ്പുറത്തെ വീട്. ഓക്കെ. ചെർപ്പളശ്ശേരിയിലേക്ക് ഞാൻ വന്നിട്ടുണ്ട്. ഞാൻ പറയാം, നമ്മുടെ കുറുമാപ്പള്ളിയുടെ സ്ഥാപനത്തിൽ വന്നിട്ടുണ്ട്. അങ്ങനെ പേരെന്താ? ഷമീജ്. അങ്ങനെ നിങ്ങളെ കാണാൻ പറ്റിയ സന്തോഷം. കാരണം ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണെങ്കിൽ പോലും നമുക്കൊരു കാര്യം ലൈവ് ആയതുകൊണ്ട് സ്കൂളിലെ ആൾക്കാർ സംസ്കൃതി മങ്കോട്ടറി. ഓക്കെ, അപ്പോ നിങ്ങളുടെയൊക്കെ സ്കൂളിൽ വരാൻ പറ്റിയത് വളരെ സന്തോഷം. ടീച്ചറുടെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? ഉണർവുണ്ടല്ലേ? ഉണർവ് കുട്ടികളുടെ അമ്മമാര് നടത്തുന്ന സ്ഥാപനമാണ്. ഞാൻ ഈ സ്ഥാപനത്തെ കുറിച്ച് എവിടെ കേട്ടിട്ടുണ്ടല്ലോ, ഉണർവിനെ കുറിച്ച്. ഓക്കെ മോളെ, വളരെ സന്തോഷം. ഓക്കെ, ഇത് ഉൽപ്പന്നങ്ങളല്ലേ? മാങ്ങയുണ്ടല്ലേ? മാങ്ങയുണ്ട്. അപ്പൊ മാങ്ങ. ഓക്കെ, ലഹരി മോനെ ആരോഗ്യത്തിന് ഹാനികരം അല്ലേ? ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് മോൻ? ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? അമ്മയാണ്. എനിക്ക് മനസ്സിലായി, ഭിന്നശേഷി കുട്ടികളാണ് അല്ലേ? ഓക്കെ, 45 കുട്ടികളുണ്ടല്ലേ? മോളുടെ പേരെന്താ? മോള് പഠിക്കുവാണോ? ടീച്ചറാണോ? അല്ല, ഞാൻ ചാനൽ വർക്ക് ചെയ്യാം. എവിടെ? ഓക്കെ. ടീച്ചറാണ് സ്കൂളിലല്ലേ? ഹയർ സെക്കൻഡറി സ്കൂളിൽ. അപ്പൊ നിങ്ങളെ കാണാൻ പറ്റിയത് വളരെ സന്തോഷം. അപ്പൊ ഇവിടെ എന്തോ പരിപാടി ഉണ്ടല്ലോ, കലാപരിപാടി. അപ്പൊ തുടങ്ങുന്നത് അടിച്ച് തകർക്കാൻ പോകാനുള്ളത്. ഓക്കെ, നമ്മള് അപ്പൊ നമുക്കൊരു HM ആണോ? HMന്റെ പേരെന്താ? ഗീത ടീച്ചറാ അല്ലേ?
ടീച്ചർ എത്ര കാലം ഇവിടെ റെഡിയാണ് റെഡിയാണല്ലോ റെഡിയാണല്ലോ റെഡിയാണ്. അപ്പൊ മക്കളെ തുടങ്ങിയോ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ സല്യൂട്ട് സല്യൂട്ട്. ഓ താങ്ക് യു താങ്ക് യു ആ അപ്പൊ എന്തായാലും നമുക്ക് ഈ സ്കൂൾ വന്നപ്പോഴേ അല്ലേ നമ്മുടെ എച്ച് എം എവിടെ എച്ച് എം ആ എച്ച് എം വരൂ ആ ആ ആ ടീച്ചേഴ്സ് ഒക്കെ വരിക. അപ്പൊ നമ്മുടെ സ്കൂളിന്റെ ഒരു അവസ്ഥ എങ്ങനെയാ പൊതുവെ? സ്കൂള് നല്ല എത്ര സ്ട്രെങ്ത് എത്ര? ഇവിടെ 3000-ലധികം കുട്ടികൾ 3000-ലധികം ഉള്ള കുട്ടികളുണ്ടല്ലേ? ഓക്കെ. അപ്പൊ അത്രയും കുട്ടികളുള്ള സ്ഥലത്ത് അപ്പൊ ടീച്ചർ എങ്ങനെയാ ഇവിടുത്തെ ഒരു പ്രിക്കോഷൻ എങ്ങനെയാ മുൻകരുതല്? ഇവിടെ ഞങ്ങള് ജാഗ്രതാ സമിതി കൂടിയിട്ടുണ്ട്, സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് ഉണ്ട്, പിന്നെ ഇവിടുത്തെ കരുതൽ എടുത്തിട്ടുണ്ട്. PTA SMC എല്ലാവരും. ജോസഫ് ഏത് സ്റ്റേഷനിലെയാ? ചെർപ്പളശ്ശേരി. ചെർപ്പളശ്ശേരി സ്റ്റേഷന്റെ അതിർത്തിയിൽ എങ്ങനെയാ പൊതുവെ സ്ഥിതി? പൊതുവെ എല്ലാ അതിർത്തിയിലുള്ളവരും ലഹരി മരുന്ന് ഉപയോഗമുണ്ട്. അത് കർശനമായി അടുത്ത മയക്കുമരുന്ന് സ്പ്രെഡ് ചെയ്യുന്നു, അതാണ് നമ്മുടെ ടെൻഷൻ. ഉണ്ട്. അപ്പൊ കേസുകൾ കൂടിയിട്ടുണ്ടോ? കേസുകളുടെ എണ്ണം പിടിക്കുന്നത് നമ്മള് ഇഷ്ടംപോലെ കേസുകൾ പിടിക്കുന്നുണ്ട്. സ്ട്രോങ് അല്ലേ? സ്ട്രോങ് ആണ് ഇവിടെ. കാരണം ഇപ്പൊ നിങ്ങൾക്ക് ഒരു 3-4 മാസമൊക്കെ ലൈസൻസാ, എവിടെ കയറാം. അല്ല, അതിനു മുന്നേ കേരള പോലീസ് പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ ഇതൊരു വേറൊരു സാഹചര്യമാണ്. പോലീസ് പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പോലീസിനും എക്സൈസിനും കട്ട സപ്പോർട്ടാണ്. ഓക്കെ, തകർത്തോളാം. ഓക്കെ, കാര്യം പോലീസുകാർക്ക് ഇത്രയും സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുന്ന സമയമില്ല. അപ്പൊ അത്രയും കാര്യം എവിടെ ഏത് ക്യാമ്പസ് പരിശോധിക്കാം, റെയ്ഡ് എവിടെ വേണം നടത്താം. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ സാഹചര്യം. അങ്ങനെ കണ്ടതിൽ വളരെ സന്തോഷം. നിങ്ങളുടെ പേരെന്താ? സലീം. സലീം. ഓക്കെ, സന്തോഷം. താങ്ക് യു. നമ്മളൊരു പര്യടനമായിട്ട് ഇറങ്ങിയതാ, ഒരു ഉദ്ദേശമുണ്ട്. എല്ലാവരും അത് അറിഞ്ഞിട്ടുണ്ട്. എല്ലാവരും അറിഞ്ഞിട്ടുണ്ടെന്നാ എന്റെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഉദ്ദേശിച്ചതല്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് കുട്ടികളെയൊക്കെ ഒന്ന് കാണാം. എടാ മക്കളെ, ഓക്കെ അല്ലേ? ഓ, നിങ്ങളൊക്കെ ഏത് ക്ലാസ്സടേ? എടാ മക്കളെ, നീ മൂന്നിലാ? നീ മൂന്നിലാണ്? എടുത്തു പറഞ്ഞു കേട്ടോ, 4-ലാണ്. ആ, 4-ലല്ലേ മക്കളെ? ഏത് ക്ലാസ്സാ? നമസ്കാരം. എന്തൊക്കെയുണ്ട്? പിന്നെ സുഖമായിട്ട് പോകണം. എന്തായാലും കുട്ടികളുടെ കൂടെ ജസ്റ്റിസ് നോ ടു ഡ്രഗ് അല്ലേ? നോ ഡ്രഗ്സ്. ഓക്കെ, ഗംഭീർ. എന്താ മോന്റെ പേര്? ഓക്കെ, അപ്പൊ ലഹരി പഠനത്തോടൊപ്പം അതിനിടയ്ക്ക് ഫാഷൻ സ്റ്റോർ പുകച്ചാൽ കട്ടപ്പുക. കറക്റ്റ്, പുകച്ചാലും പുകച്ചില്ലെങ്കിലും കട്ടപ്പുകയാവും. ലഹരിയോട് അടുത്തിരിക്കാം, അപ്പൊ അടുക്കാതിരിക്കാം. 13 ദിവസം 8 മിനിറ്റ് നഷ്ടപ്പെടുന്ന ജീവിതത്തിന്റെ നല്ല നിമിഷങ്ങൾ. അതാർക്കാ മനസ്സിലായത്? ഞങ്ങളെ തീർച്ചയായിട്ടും. അപ്പൊ നിങ്ങളെ കാണാൻ പറ്റിയത് വളരെ സന്തോഷം. എല്ലാം ശരിയാവും. ഇതാണ് കരുത്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു അല്ലേ സൂപ്പർ ഫ്ലാഷ് മൂവ് ഉണ്ട്. ടീച്ചറെ, ഫ്ലാഷ് മൂവ് ഉണ്ട്. ചെടി നടണം. ചെടി പരിസ്ഥിതി അംഗീകരിക്കുന്നു. അങ്ങയുടെ 40 വർഷത്തിന്റെ ഭാഗമായിട്ട് 40 കൈ തൈകൾ നടണം. കൊടുക്കുന്നത്. ഇത് സൂപ്പർ ആര്യവേപ്പാണല്ലേ? 2025 2025 40 ചെടി. അങ്ങയുടെ 40-ാം വർഷം. 40 വർഷം 40 ചെടികൾ. 40 ചെടികൾ. അപ്പൊ ഇനിയിപ്പോ 40 ചെടി ഞാൻ നടണോ? സാർ കൊടുത്താൽ മതി. ഓക്കെ, ഞാൻ ചെയ്യാം. അപ്പൊ 40 കൊല്ലം കൊടുത്ത് ഞാൻ കാടിയത്, അതുകൊണ്ടാണ് ടെൻഷൻ അടിച്ചത്. ഓക്കെ 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 ശ്രീത്തെ വെച്ചോളൂ. ഓക്കെ, അപ്പൊ യഥാർത്ഥത്തിൽ സ്കൂൾ അന്തരീക്ഷത്തിൽ വന്നപ്പോ സർക്കാർ സ്കൂൾ 3000-ഓളം കുട്ടികൾ പഠിക്കുന്ന പള്ളിക്കൂടം എന്നൊക്കെ പറഞ്ഞാല് മോനെ മക്കളെ എല്ലാം ഓർമ്മയുണ്ടല്ലോ. സ്കൂൾ വരാന്തയിലൊക്കെ അപരിചിതരായ ആരെങ്കിലും മിഠായി തന്നാൽ നമ്മൾ എന്ത് ചെയ്യും? പേടിക്കത്തില്ല. എന്നിട്ട് അവനോട് പറയും എന്ത് പറയും? ഓക്കെ ഓക്കെ
എന്നെ പോലെ ഇരിക്കുന്ന ഒരു ചിത്രമാണ് പ്രേക്ഷകർ കാണുന്നത് അല്ലേ അശ്മി? ഓക്കെ, നമ്മുടെ കൃഷ്ണനെ കാണാനില്ല. ഓക്കെ, ഇവിടെ ഉണ്ട്. ഓക്കെ, എന്തുകൊണ്ടാണ് ചെർപ്പളശ്ശേരി തെരഞ്ഞെടുക്കാനുള്ള ഒരു ഈ ചെർപ്പളശ്ശേരി നമ്മുടെ മനസ്സിലുണ്ട് എപ്പോഴും. ചെർപ്പളശ്ശേരി എന്ന് ഞാൻ പറഞ്ഞില്ലേ, വൈലോപ്പള്ളിയുടെ കൂടെ ഞാൻ ആദ്യം ചെർപ്പളശ്ശേരി വരുന്നത്. അത് ചെറിയ കാര്യമാണോ? ഞങ്ങൾ ചില ആളുകൾ ചർച്ച ചെയ്യേണ്ട എന്തുകൊണ്ടാണ് SKN ചെർപ്പളശ്ശേരി നമ്മുടെ ഒരു അട്രാക്ഷൻ, നമ്മുടെ അട്രാക്ഷൻ. ഓക്കെ, മാത്രമല്ല ചെർപ്പളശ്ശേരി എല്ലാം കൊണ്ട് നമുക്കൊരു എല്ലാം കൊണ്ട് ഇതിന് മുൻപന്തിയിലുണ്ടാവും. ഉണ്ടല്ലോ. നിങ്ങൾ നമ്മുടെ നമ്മൾ കോഴിക്കോട് ഒരു വലിയ പ്രകടനമുണ്ട്. ഞങ്ങൾക്ക് ഫുട്ബോളാണ് ഇവിടെ ലഹരി. ഇപ്പോഴും ലീഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ജില്ലാ ലീഗ്. എന്തായാലും മാത്രമല്ല ഈ ശക്തി കണ്ടിട്ടുണ്ടല്ലോ, ഒരു ഐക്യം കണ്ടിട്ട് ഞെട്ടി തകർന്ന് പോണം, തലമിടണം. ഓക്കെ ഓക്കെ മോനെ, സൂപ്പർ അല്ലേ? സൂപ്പറാണ്. ചേട്ടന്റെ പേരെന്താ? റഷീദ്. ഓക്കെ, പേര് സിദ്ദീഖ്. മോളെ ഓക്കെ കേട്ടോ, സൂപ്പർ ആയിരുന്നു. പരേഡൊക്കെ ഗംഭീരമായി. മോളെ എല്ലാ പരേഡ് സൂപ്പറായി കേട്ടോ. കേട്ടോ, സല്യൂട്ട് അല്ലേ? എല്ലാവർക്കും ഒരു സല്യൂട്ട്. ആസ്മി സല്യൂട്ട് സമാധാനം വേണം, സമാധാനം. ഇതൊരു സമാധാന മതിലാണ് കേട്ടോ. സമാധാനം. സുരേഷ് സാറിനെ കണ്ടില്ലല്ലോ. സുരേഷ് സാർ, ഈ സമാധാനത്തിന്റെ മതിലിന്റെ ഒരു പ്രാധാന്യം സാറേ, ഈ സമാധാനത്തിന്റെ മതിലിന്റെ പ്രാധാന്യം. ഇത് ചെറുപ്പശ്ശേരിയുടെ ചരിത്രങ്ങൾ, വെള്ളവനാടിന്റെ ചരിത്രങ്ങൾ കുറെ ആലേഖനം ചെയ്തിട്ടുണ്ട്. സമാധാനം അതിൽ ലോകത്തോട് ചെറുപ്പശ്ശേരിക്ക് വിളിച്ചു പറയാനുള്ളത് സമാധാനം. എല്ലാ ഭാഷയിലും സമാധാനം എഴുതി വെച്ചിട്ടുണ്ട്. ലോകത്തോട് ചെറുപ്പശ്ശേരിക്കാർക്ക് എന്നും പറയാനുള്ളത് ലോകാ സമസ്ത സുഖിനോ ഭവന്തു. അപ്പൊ അതൊന്ന് പറഞ്ഞേ. 1 2 3 ലോകാ സമസ്ത സുഖിനോ ഭവന്തു. Once more. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നമ്മുടെ കുട്ടികൾക്ക് അപ്പൊ ടീച്ചറല്ലേ ഇതിന്റെ ആള്? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ കുട്ടികൾക്ക് എല്ലാം കൊടുത്തോ. നമ്മുടെ NCC-കാർക്കൊക്കെ കൊടുക്കണ്ടേ നമുക്ക്? ഓക്കെ, ശരി. ഏത് ക്ലാസ്സിലാണ് ഞങ്ങളൊക്കെ പഠിക്കുന്നത്? 9th C ആണോ? അല്ലല്ലേ? ഓക്കെ, ഡിവിഷൻ ഏതാണെന്ന് മനസ്സിലായില്ല, അതാണ്. ഓക്കെ, നമ്മുടെ പഴയ ഡിവിഷൻ. അപ്പൊ നമുക്കിനി നമ്മുടെ സമാധാന ശില്പി യു ആർ സുരേഷ് അല്ലേ? ഓ, അങ്ങനെയാണ് ഈ മതിലിന്റെ നിർമ്മാതാവ്. ഓക്കെ, അങ്ങ് എവിടെയാ? വീട് എവിടെയാ? എന്റെ വീട് ശരിക്കും അടക്കാപുത്തൂരാണ്. അടക്കാപുത്തൂര്. ഓ, ഓക്കെ. നമ്മുടെ ഒരു സ്ഥലമാണല്ലോ അടക്കാപുത്തൂർ. ഭാസ്കർ പണിക്കരല്ലേ? PT ഭാസ്കർ പണിക്കരൊക്കെ. ഓക്കെ ഓക്കെ. സുരേഷ് കെ നായർ, അങ്ങാണ് ഇത് ഈ മതിലുണ്ടാക്കിയത്. ബനാറസ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ്. ബനാറസ് യൂണിവേഴ്സിറ്റി ഇപ്പൊ കഴിഞ്ഞോ അതോ ഇപ്പോഴും? യു ആർ നൗ പ്രൊഫസർ? സ്റ്റിൽ വർക്കിംഗ് ഓൺ. സ്റ്റിൽ വർക്കിംഗ് ഓൺ. അപ്പൊ ഗ്രേറ്റ് തിങ്. യു ഹാവ് ഡൺ എ വണ്ടർഫുൾ ജോബ്. ഒരു വാൾ ഓഫ് പീസ് അല്ലേ? വാൾ ഓഫ് പീസ്. കാരണം എന്താണ് വർക്ക് കണ്ടു, അതാ ഞങ്ങൾ ഇങ്ങോട്ട് വെറുതെ വഴി കണ്ടു. അപ്പൊ ഞങ്ങൾക്ക് അതിന്റെ ഒരു ദൃശ്യം ഞങ്ങൾ പകർത്തി വീണ്ടും പ്രേക്ഷകരെ കാണിച്ചേക്കാം. അപ്പൊ ഇങ്ങനെ ഒരു വാട്ട് വാസ് ദ റീസൺ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കണം എന്ന കാര്യം? പ്രധാനമായിട്ട് മോഴികുന്നത്ത് ബ്രഹ്മദത്ത നമ്പൂതിരിപ്പാട് വളരെ ഭൂരിപാട് അദ്ദേഹം ഭഗത് സിംഗിനേക്കാൾ ക്യാമനായിരുന്ന ആളായിരുന്നു. പക്ഷെ ന്യൂ ജനറേഷൻ അവരൊക്കെ അദ്ദേഹത്തെ പറ്റി അറിയില്ല. ഓ, അറിയില്ല. അപ്പൊ ഒരു നമ്മുടെ 12K കിഡ്സ് ആണോ? പുതിയ പിള്ളേരാണോ ഈ ന്യൂ ജനറേഷൻ ഉദ്ദേശിച്ചത്? ന്യൂ ജനറേഷൻ ഇപ്പോഴത്തെ കുട്ടികള്. ഓക്കെ, അതാണ് 12K. അതെ അതെ, അദ്ദേഹത്തിന്റെ കഥ അറിയാലോ. ഇതൊക്കെ അതിൽ വരുന്ന. അപ്പോ അത് വാൾ ഓഫ് പീസ് എന്നാണ് അതിന്റെ. അതുപോലെ പുതിയൊരു വർക്ക് കിട്ടിയിട്ടുണ്ട്, വാൾ ഓഫ് ഹീലിംഗ്. ഒരു ഹോസ്പിറ്റൽ. നമുക്കിപ്പോ ഒരു അമ്മമാരുടെ മനസ്സിൽ മുറിവാ അതെടുക്കാൻ വേണ്ടി ഞങ്ങൾ ഈ യാത്ര തുടങ്ങി. മനസ്സിലായോ? കാരണം ഈ മയക്കുമരുന്ന് രാസലഹരിയാ വ്യാപിച്ചു കിടക്കുക എല്ലാ സ്ഥലത്തും. ചെറുപ്പശ്ശേരി ഇല്ലെന്നൊക്കെ SI പറഞ്ഞു. ഞങ്ങൾ അദ്ദേഹത്തിന്റെ വാക്കുകളെ വിശ്വസിക്കുന്നു. എന്നാലും അതാണ് പ്രശ്നം. സംഗീതത്തിന്റെ ഒക്കെ സംഗീതമാണ് ലഹരി, ആർട്ടാണ് ലഹരി, റബ്ബറാണ് ലഹരി. ഫുട്ബോളാണ് ലഹരി. റബ്ബർ വയ്ക്കട്ടെ, മരമാണ് ലഹരി. മരമാണ് ലഹരി അല്ലേ? ഫുട്ബോൾ. നാടൻപാട്ട്. ഒന്ന് മാറിക്കോളൂ നാടൻപാട്ട്. ഈ ടീമിന്റെ പേര് ഗംഗാധരൻ, ജിഷ്ണു. തുടങ്ങിയാലോ? ഇനി ഒന്നും നോക്കാല്ലേ? ഏതാ പാട്ടേതാ? നമ്മുടെ നാട്ടിൽ ഒരു ചവിട്ടുകളി പാട്ടാണ്. നമ്മുടെ നാട്ടിൽ തന്നെ പാടി വരുന്ന ഒരു ചവിട്ടുകളി പാട്ടിന്റെ ഈണം.
താനോ താനിന്താനോ താനിന്നാനെ അങ്ങനെ താനോ താനിന്താനോ താനിന്നാനെ താനോ താനിന്താനോ താനിന്നാനെ അങ്ങനെ താനോ താനിന്താനോ താനിന്നാനെ ഭൂമിക്കാരെ ഭൂമിയുടെ ദേശക്കാരെ ഭൂമി ഉണർത്തി തരി ഭൂമിയുടെ ദേശക്കാരെ ഭൂമി ഉണർത്തി തരി ഭൂമിയുടെ ദേശക്കാരെ താനോ താനിന്താനോ താനിന്നാനെ അങ്ങനെ താനോ താനിന്താനോ താനിന്നാനെ താനോ താനിന്താനോ താനിന്നാനെ അങ്ങനെ താനോ താനിന്താനോ താനിന്നാനെ ഭൂമിന്റെ നമ്മല പെങ്ങളല്ല ഭൂമി ചവിട്ടി പൊളിച്ചേ പോകെ ഞങ്ങള് ഭൂമി ചവിട്ടി പൊളിച്ചേ പോകെ താനോ താനിന്താനോ താനിന്നാനെ അങ്ങനെ താനോ താനിന്താനോ താനിന്നാനെ താനോ താനിന്താനോ താനിന്നാനെ അങ്ങനെ താനോ താനിന്താനോ താനിന്നാനെ പാലക്കാട് പോയി വരണം പഠിക്കണോ ആകി വരണം പാലക്കാട് പോയി വരണം പഠിക്കണോ ആകി വരണം ഇപ്പൊ പാടിയ പാട്ടുകാരന് കഞ്ഞി വിളമ്പാരേ ഇപ്പൊ പാടിയ പാട്ടുകാരന് കഞ്ഞി വിളമ്പാരേ താനോ താനിന്താനോ താനിന്നാനെ അങ്ങനെ താനോ താനിന്താനോ താനിന്നാനെ 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 സൂപ്പർ അല്ലേ പുള്ളി പുലിയാ പുലിയാ ആ ഗംഭീരായി ഗംഭീര കൗൺസിലർ ഉണ്ടോ? കൗൺസിലർ പാട്ടുകാരനാ? കൗൺസിലർ പിടിയോ? പാട്ടുകാരൻ കൗൺസിലർ. അപ്പൊ അദ്ദേഹത്തിന് കൗൺസിലർ. ഇനി ചെർപ്പളശ്ശേരി കൗൺസിലർ പേരെന്താ? വിനോദ്. അടുത്തതായി ചെർപ്പളശ്ശേരി കൗൺസിലർ വിനോദ് പാടുകയാണ്. ആലേലോ പൂലേലോ ആലേ പൂലേലോ ആലേലോ പൂലേലോ ആലേ പൂലേലോ ആലേ പൂലേലോ ആലേലോ പുലേലോ ആലേ പുലേലോ തെക്ക് വടക്ക് കിഴക്കേ മൂലയിലെ കരിമ്പന മുകളിലെ കാക്കരിങ്കുയിലെ ഇജിന് കഞ്ചാറ് മുട്ടതായോ മുട്ട വിരിക്കാനല്ല മുട്ട പൊരിക്കാനല്ല മയക്കിട മരുന്നുണ്ട് കുട്ടികളെ കൊല്ലണ ചെറുപ്പത്തെ മയക്കിട ഉരുത്തം കെട്ടോന്റെ തല പൊട്ടിത്തെറിക്കാനാണ് ആലേലോ പുലേലോ ആലെ പുലേലോ ആലേലോ പുലേലോ ആലെ പുലേലോ ആലെ പുലേലോ ആലേലോ പുലേലോ ആലെ പുലേലോ കംപ്ലീറ്റ് ഇവിടെ കൗൺസിലർ പോലും പാടുന്നു. പിന്നെ എന്താ ഈ നാട് കുഴപ്പം? മൊത്തം പാട്ടുകാരൻ. തലവൊട്ടി തിരിച്ചോട്ടെന്ന് പറയല്ലേ? തലപൊട്ടി തെറിച്ചോട്ടെന്ന് പറഞ്ഞുണ്ടല്ലോ, അത് സൂപ്പറായി. അതിനായിട്ടായി ഗിഫ്റ്റ് കേട്ടോ. ഇതിന്റെ മോക വില എത്ര? 500 crores. പിന്നെ ഒറിജിനൽ വില 350 രൂപ. ഓക്കെ, നന്നായിരിക്കട്ടെ. അപ്പോ ഗംഭീരായി. നിങ്ങൾ തകർത്തു കേട്ടോ. ലീഡർ ആരാ? സാർ, ഇത് ഞങ്ങളുടെ ലഹരിയാണ്. പാട്ടും കളിയുമാണ് ഞങ്ങളുടെ ലഹരി എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ടീച്ചറാണ് ആണോ ഇവിടെ? ടീച്ചർ സ്റ്റുഡൻസ് അല്ലാത്താരാ ഇവിടെ? ആ ഓക്കെ, അതാണ്. ടീച്ചറെ മൈക്ക്. വളരെ അഭിമാനത്തോടു കൂടെ പറയാണ്, ഗംഗാധരൻ എന്റെ സ്റ്റുഡന്റ് ആണ്, നാടിന്റെ അഭിമാനാണ്. ഇനിയും ഉയരങ്ങളിലേക്ക്. ഗംഗാധരന് നല്ല ഊരകം നോക്കി നല്ല അടി കൊടുക്കേണ്ടി വന്നിട്ടുണ്ടോ? അന്നും പാടിക്കണ്ട. നല്ല സ്റ്റുഡന്റ് ആയിരുന്നു. അന്നും പാടിക്കണ്ട. ഗംഗാര അപ്പൊ നമ്മുടെ കൂടെ അണിചേരണം. എവിടെയെന്നറിയോ? കോഴിക്കോട് 20-ാം തീയതി നമ്മളൊരു പ്രകടനം നടത്തും. കേരളത്തിലെ ആൾക്കാരെ ഒന്നിച്ച് പറയും സംഘബലം കൊണ്ട്. സാധാരണ അവസാനത്തെ MDMA-കാരൻ നാട് വിട്ടു പോകണം. ഓക്കെ, റെഡി. ടീച്ചർ കൊടുത്തു. ഇല്ലല്ലേ? ടീച്ചർ കപ്പ് കൊടുത്തില്ലേ? ടീച്ചറെ സന്തോഷം. ടീച്ചറെല്ലാം കൂടെ കുറെ ആയിരക്കണക്കിന് കുട്ടികളെ പഠിപ്പിച്ചു വിട്ടില്ലേ? ഇനി പിന്നെ എന്ത് വേണം ജീവിതത്തിൽ? അല്ലേ, ഇതല്ലേ വലുത്. ഓക്കെ, നമ്മുടെ മജീഷ്യൻ ഷംസു. ഞാനൊരു മാജിക് കാണിക്കാൻ പോവാണ്. എത്രയോ കാലമായി ഷംസുനെ പറ്റിയാണ് നമ്മൾ തുടങ്ങി. ആ പഴയ കാലം മുതൽ ഷംസു ഉണ്ട് അല്ലേ? ഷംസു ചെർപ്പളശ്ശേരി. ചെർപ്പളശ്ശേരി സംസു അങ്ങനെ എന്റെ നാടിനാണ് ആദ്യം പേരുണ്ടാക്കുക. ചെർപ്പളശ്ശേരിക്ക ചില അങ്ങനെയല്ല, നാടിന് പേരുണ്ടാക്കി കൊടുക്കും. അങ്ങനെയുള്ളവരായി മയക്കുമരുന്ന് ഒരു സാധനം കൊണ്ട് ലോകം അറിയണം. ലോകം കാണിച്ചു 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 കാണിച്ചു. ആ
ഇതാണ് ചെർപ്പളശ്ശേരി ഷംസു അല്ലേ? ഓക്കെ. അല്ലെ മാജിക് ആണ്, ചിലപ്പോ പാമ്പൊക്കെ വരും അല്ലേ? പണ്ടൊരു പാമ്പിനെയൊക്കെ കാണിച്ച മാജിക് ഉണ്ടായിരുന്നു പുള്ളിക്ക്. അപ്പൊ വാച്ചെടുത്ത് ഒരു എയർ പോട്ടെ അല്ലേ? റെഡി. ഓക്കെ, മൈക്ക് കൊടുക്കണേ. മാജിക് കണ്ടില്ല ഒരിക്കൽ? പറഞ്ഞോളൂ. എല്ലാവർക്കും നമസ്കാരം. പിന്നെ എന്നെ കുറിച്ച് ഇവിടെ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ചെർപ്പളശ്ശേരി സംസുദ്ദീൻ. ഇപ്പൊ ഞാന് സാറായിട്ടുള്ള പരിചയം കുറെ മുമ്പുള്ള പരിചയമുണ്ട്. പക്ഷെ എന്നാലും നമ്മളെല്ലാം തിരക്ക് പിടിച്ച ആൾക്കാരായതുകൊണ്ട് ഇങ്ങനെയാണ്. അപ്പൊ ഞാനിപ്പോ ഇവിടെ വന്നത് സത്യം പറഞ്ഞാൽ നമ്മളിപ്പോ ഇതിനെ പറ്റിയിട്ടുള്ള ബോധവൽക്കരണം ചെയ്യാനുള്ള ഉദ്ദേശമാണ്. എനിക്ക് വയസ്സ് ഇപ്പൊ 68ആയി. എത്രയായി? 68. കണ്ടാ പറയത്തില്ല. ലഹരി ശരീരത്തിൽ ഇല്ല, ഒന്നുമില്ല. AB ഗ്രൂപ്പ് ബ്ലഡ് ആണ്. അതും മാത്രമല്ല നെഗറ്റീവ് ആണ്, കിട്ടില്ല അത്ര. അപ്പൊ കുറച്ച് പണിയുള്ള ഇതാണ്. ഇതിപ്പോ ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ നാട്ടിലെ ഒരു കൂട്ടായ്മ വേണം. കൂട്ടായ്മക്ക് ഒരു ചെറിയൊരു മാജിക് ആണ് കൂടി നമ്മള് ഒരു ഓർമ്മപ്പെടുത്തി കൊടുക്കാണ്. സാർ ഇത് പിടിക്കും സാർ. സാർ ഇത് നിങ്ങൾ തരാം. ഇത് മാജിക്കിന്റെ ഒരു ഉപകരണങ്ങളൊന്നും അല്ലാതെ, കാരണം ഒരു കീറ തുണിയാണ്. കൂടുതൽ ഇത് എന്തിനാ പറ്റുക ചോദിച്ചാൽ, നമ്മുടെ നാട്ടില് പെട്ടെന്ന് കൈ മുറിഞ്ഞു പോയാൽ കെട്ട, അല്ലെങ്കിൽ പഴയ കാലത്ത് നമ്മുടെ നാട്ടില് ദാരിദ്ര്യമുള്ള ഒരു കാലം ഉണ്ടായിരുന്നു, മണ്ണെണ്ണ വിളക്കിന് തിരിയിടാം. പിന്നെ അതിന്റെ ഇടയിൽ ഒരു സംഭവം ഉണ്ടായി. ആള് മരണപ്പെട്ടു പോയാൽ മൂക്കില് പഞ്ഞി വെക്കുമ്പോ ഈ സാധനം കൊണ്ടുപോയിട്ട് ഇത് എങ്ങനെ വെച്ചളയും. അതെന്തിനറിയോ? പോയ ശ്വാസം തിരിച്ചു കയറി അവനെ കൊണ്ട് ശല്യാവും വിചാരിച്ചിട്ട്. അപ്പൊ അതും നമ്മളൊരു കോമഡി ആയിട്ട് വിടാന്നുള്ളൂ. അതവിടെ ഇരിക്കട്ടെ. ഇത് ഒരു ഭാരത നാടാണ്. ഈ ഭാരതത്തിൽ മതങ്ങൾ ഒരുപാടുണ്ട്. ഹിന്ദു ഉണ്ട്, മുസ്ലിം ഉണ്ട്, ക്രിസ്ത്യാനിയുണ്ട്, പല സൈസ് മതങ്ങളുണ്ട്. പക്ഷെ എല്ലാതും ഒന്ന് ചിന്തിക്കുന്നത്, നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ. നമ്മുടെ കണ്ണിനെ ഈ ഒരു കഷ്ണത്തിന് ഇങ്ങനെ നോക്കുമ്പോൾ ഒന്നാണ്, ഇങ്ങനെ നോക്കുമ്പോൾ ഒന്നാണ്. അപ്പൊ ഇങ്ങനെ നോക്കിയാൽ രണ്ടെണ്ണം കാണണ്ടേ? ഒന്ന് തന്നെയാണ്. നമ്മൾ ഒന്നാണെന്നുള്ള ഓർമ്മ നമുക്കുണ്ടെങ്കിൽ എവിടെ പോയാലും നമുക്കൊരു പച്ചവെള്ളമെങ്കിലും കിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ രണ്ടെന്ന് കണക്കാക്കിയിട്ട് നടക്കരുത്. മനുഷ്യൻ മതമേതായാലും മനുഷ്യൻ നന്നാകണമെന്നാ പറയാന്നല്ലാതെ മതമേതായാലും മദ്യം നന്നായിരിക്കണം എന്ന് പറഞ്ഞു പോകരുത്. കാരണം ഇപ്പോ ഇത് ഒരു ഭാരതം, ഇതിന് ഞാൻ മുറിച്ചു മാറ്റാണ് മതഭ്രാന്തന്മാർ. ഇതൊന്ന് പിടിക്കുക. ഒരു ഹിന്ദു മതം കളയരുത്, ഇത് ഒരു മുസ്ലിം മതം കളയരുത്, ഒരു സിഖ് മതം, ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, സിഖ്, ബുദ്ധമതം. അപ്പൊ നമ്മുടെ ഭാരതം നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. കണ്ടോ, 5 മതങ്ങളും ഒരു ഇന്ത്യ. ഒന്ന് ചേർന്നാൽ ഒന്ന് എടുക്കാം, ഒന്ന് പോയാൽ പോയി. ഇതിന് എന്ത് ചെയ്യുന്നറിയോ? പല തീവ്രവാദികൾ എന്ത് ചെയ്യുന്നറിയോ? മതത്തിന്റെ പേരിലും ജാതിന്റെ പേരിലും ഇന്ത്യനെ 2 തുണ്ടാക്കി മാറ്റാണ്. ജാലവിദ്യക്കാരൻ കോട്ട് സൂട്ടൊക്കെ ഇടുക, ഇവിടെ ഒന്നുമില്ല. ഇതാ ഈ 2 തുണ്ടായ ശേഷം നിങ്ങളുടെ 5 പീസുകളുണ്ട്. ഇതിന് ഞാൻ വീണ്ടും ചില ആൾക്കാർ പൊളിറ്റിക്കൽസ് ഒന്നാകണമാണ് ഇടയിൽ ഒരു കെട്ടിട്ട് ഇങ്ങനെ കെട്ടിട്ടാൽ ഏച്ചു കൂട്ടിയാൽ മോയിച്ചു നിൽക്കും. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമ്മൾ ഈ മതങ്ങളെയൊക്കെ ഒന്ന് സ്നേഹിപ്പിക്കാൻ. ഒരു ഹിന്ദു മതം ഭാരതത്തിൽ, ഒരു മുസ്ലിം ഉണ്ട്, ഒരു ക്രിസ്ത്യാനി ഉണ്ട്, ഒരു സിഖ് ഉണ്ട്, ഇതാ ഒരു ബുദ്ധമതം ഉണ്ട്. ഈ 5 മതങ്ങൾ ഇതിന്റെ അകത്ത് വെച്ചിരിക്കുകയാണ്. ഇത് ഈ വിരലിന്റെ ഇടുക്കിലൊന്നും ഞാൻ വെക്കുന്നില്ല. ഇത് ഇതിന്റെ ഉള്ളിൽ തന്നെ ചുരുട്ടി ബോൾ പോലെ ആക്കാണിത്. ഈ കഷ്ണങ്ങൾ വല്ലതും നിലത്തേക്ക് വീഴുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. കാരണം കൈമടക്കോ പോക്കറ്റിലോ എവിടേക്കും ഞാൻ ഈ കഷ്ണങ്ങൾ മാറ്റിയിട്ടില്ല. ഇതൊക്കെ ഇതിന്റെ ഉള്ളിൽ വെച്ച് ഞാൻ ഇങ്ങനെ പിടിച്ച്, ഇതിന്റെ ഉള്ളിൽ ഒന്നുമില്ല, ഒക്കെ ഇതിന്റെ അകത്താണ്. ഇതിന്റെ അകത്തും ഒന്നുമില്ല. ഈ 2 വിരൽ മാത്രം ഞാൻ ഉപയോഗിക്കുന്ന ഇങ്ങനെ ഇത് വെക്കുക. ഈ ഭാഗം ഞാൻ 2 വിരലുകൊണ്ട് പിടിക്കുകയാണ്. ഈ കഷ്ണങ്ങൾ സാറിന്റെ കയ്യിൽ ഏൽപ്പിക്കുക. സാർ 2 കൈ കാണിക്കുക. ഒരു കൈ മതി, ഇപ്പൊ തൽക്കാലം 2 കൈ കാണിക്കുക. അല്ല, അങ്ങനെയല്ല, പരത്തി പിടിക്കുക. എന്റെ ഭാരതം, നമ്മുടെ ഭാരതം സാറിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നത്. കാലഘട്ടത്തിൽ ഏൽപ്പിക്കണം. ഭരിക്കാൻ സാധ്യമുണ്ട്. അങ്ങനെ തന്നെ അടക്കണ്ട സാർ, കൈ അടക്കണ്ട. അങ്ങനെ ഇരിക്കട്ടെ സാർ. ഇതിന്റെ ഉള്ളിൽ എത്ര പീസാണ് നമ്മൾ വെച്ചിരിക്കുന്നത്? 5 മതങ്ങളെയാണ് ചിത്രീകരിക്കുന്നത്. ഒരു ഇന്ത്യ 2 തുണ്ടായിട്ടുണ്ട്. ഇവര് ഏച്ചുകൂട്ടിയാൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഒരുമിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് കേട്ടോ. ജയ് ഭാരത്. നമ്മുടെ ഭാരതം ഒന്നായിരിക്കണം. തുണിക്കഷ്ണങ്ങളെ തമ്മിൽ തല്ലി ബഹളമുണ്ടാക്കരുത്. സ്നേഹമാണ് വലുത്. പണം പകയായി വളർത്തും, അൻപ് പാസത്തായി
ആ ഓക്കെ ഉടച്ചു നല്ല സൂപ്പർ ആയിരിക്കും അല്ലേ? ഇങ്ങനെ ആയിരിക്കണം നമ്മുടെ നാട്. 5 തുണി അവിടെ പോയി. അത് പോയ സ്ഥലങ്ങൾ അഡ്രസ് ഉണ്ടാവില്ല. ഇതാണ് ജാലവിദ്യ. അതിന് നമുക്കൊരു കാര്യം ചെയ്യാം. അത് നമ്മുടെ പഴയ പരിചയക്കാരനല്ലേ? എന്തുവാ അതിന്റെ രഹസ്യം? രഹസ്യം പറയില്ല. ജപ്പാൻ കാര്യത്തിൽ തന്നെ ചോദിച്ചിട്ട് ഞാൻ ഇതുവരെയും പറഞ്ഞിട്ടില്ല. എന്റെ പുരുഷു അല്ലേ? അപ്പൊ എന്നാലും ഞാൻ ഇന്ന് തിരുവനന്തപുരം പോകും. സാറിന് അവിടെ എനിക്ക് കാണാം. അതിന് വൈകുന്നേരം നാളെ. അപ്പൊ നമ്മുടെ 500 കോടി മോക വിലയുള്ള 350 രൂപയുടെ കപ്പ് അങ്ങേക്ക് തരുന്നു. ഓക്കെ ഓക്കെ. കോപ്പി ഒഴിച്ച് കുടിക്കണം. എന്റെ സംസു അല്ലേ? ചെർപ്പളശ്ശേരി ഷംസുവിന്റെ മാജിക് ആണ് നമ്മൾ കണ്ടത്. മോളെ എന്തൊക്കെയാ വിശേഷങ്ങള്? എങ്ങനെയുണ്ട് കാര്യങ്ങള്? സുഖമായിട്ട് പോണു. മോള് പഠിക്കുവാണോ? ഇല്ല, ഇപ്പൊ വർക്കിംഗ് ആണ്. എവിടെ? എവിടെ വർക്ക് ചെയ്യുന്നത്? മോള് പാടാൻ വന്നല്ലേ? അപ്പൊ പാടിക്കോ പാടിക്കോ. ഇനി ഒന്നും നോക്കാനില്ല. ആഷ്മിക്ക് അറിയാം അത് പാട്ടാ? എല്ലാവർക്കും ഇഷ്ടമുള്ള പാട്ടാ. കിലുകിൽ പമ്പരത്തിന്റെ അനുഭവം. ഓക്കെ ആഷ്മി ലിസൺ. ഓക്കെ തുടങ്ങിക്കോളൂ. ഓക്കെ മോളെ മിടിക്കും. അമൃത്. ഓക്കെ ഗംഭീരായി. മോളിപ്പോ വർക്ക് ചെയ്യാന്നാ പറഞ്ഞു. കണ്ടാ +1 തോന്നുന്നു അല്ലേ? ഓക്കെ താങ്ക് യു. ആ മോൾക്ക് പാടിയതിന് 500 കോടി മോക വിലയുള്ള 150 രൂപയുടെ കപ്പ് വന്നിരിക്കുന്നു. ഓക്കെ താങ്ക് യു. മോളെ പഠിക്കൂ. മോള് പഠിക്കുവാണോ വർക്ക് ചെയ്യുവാണോ? പഠിക്കുന്നുണ്ട്. എവിടെ പഠിക്കണു? എവിടെ? ചെർപ്പളശ്ശേരി. ഈ സ്കൂളിലാണോ? അല്ലല്ല, കോളേജില്? ശരി. പഠിക്കോ. സാന്ത്വനമായി ആലോലം കാറ്റ് സന്ധ്യ ഓക്കെ മോളെ താങ്ക് യു. അപ്പൊ ഇതിന്റെ മോക വില എത്ര? 500 കോടി. 350 രൂപയാണ് യഥാർത്ഥ വില. മോള് ഇന്ന് മുതൽ മോള് ഇതിലെ കോഫി കുടിക്കാവൂ. അപ്പൊ മോളുടെ ശബ്ദം കുറച്ചുകൂടി നന്നാവുകയും വലിയ പാട്ടുകാരിയായും. ആരെ പോലെ ആവണ്ടേ? കേശത്തിനെ പോലെ ആവണോ? അനുഗ്രഹമൊക്കെ ഉണ്ടാവും. അപ്പൊ ഇതിൽ കുടിച്ചാ കാര്യം. ഇതിൽ കോഫി കുടിച്ച് രാവിലെ മുതൽ 24 കാണണം അല്ലെ? 24ഉം ഫ്ലവേഴ്സും മാറി കാണണം. അല്ലേ? ഓക്കെ താങ്ക് യു. ഒന്നൂരിക്കോ. ഓക്കെ എവിടെ മതിയോ? അങ്ങോട്ട് ഓക്കെ നോക്കണ്ട. ആണല്ലേ? ഇത് ഒപ്പ് തന്നെയാണോ? ഓക്കെ തഗ്ഗ കൃഷ്ണ. ഓക്കെ കൃഷ്ണ ഒരു ഒപ്പിടട്ടെ. ഇത് സേ നോ ടു ഡ്രഗ്സ് ആൻഡ് എസ് ടു എ ഹെൽത്തിയർ ബ്രൈറ്റർ ഫ്യൂച്ചർ എന്നാണ്. SPC അല്ലേ? GHS ചെർപ്പളശ്ശേരി. ഓക്കെ ഓക്കെ. അപ്പൊ ടീച്ചറെ വളരെ സന്തോഷം വരാൻ പറ്റിയതിൽ. സന്തോഷം ടീച്ചറെ. 3000 കുട്ടികളുടെ നേതാവായി ടീച്ചർ ഒരുപാട് കാലം വാഴുക അല്ലേ? ഇവിടെ ടീച്ചറിന്റെ ശിഷ്യൻ അല്ലാത്ത ആരാധന. ഓക്കെ തൊട്ട് ബാക്കിക്കുന്ന ആളൊന്ന് ഞെട്ടി. മകളുണ്ട്. എന്താ ഷാജി? 75 കഴിഞ്ഞ ഈ സ്കൂളില് ഞാൻ 90 കണ്ടാ പറയത്തില്ല. സ്കൂളിൽ വിചാരിക്കും. ഓക്കെ താങ്ക് യു. അപ്പൊ നമുക്ക്
അവരോട് അപ്പൊ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചെർപ്പളശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് നമ്മൾ ഇനി അടുത്ത ലൊക്കേഷനിലേക്ക് പോകും. അതിനു മുമ്പ് നമുക്ക് ഭിന്നശേഷി കുട്ടികളുമായിട്ടുള്ള ഒരു ചിത്രം എടുക്കണം അല്ലേ? ആ ചിത്രം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ഇവിടുത്തെ നല്ല ചൂടാട്ടോ, ഒരു 39-40 ഡിഗ്രി വരില്ലേ? ഓക്കെ. അപ്പൊ ചെർപ്പളശ്ശേരി നമുക്ക് വൈലോപ്പള്ളി കുറച്ച് സുഖമുള്ള ഓർമ്മകൾ ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും നല്ല ഒന്നാന്തരം ചൂട്, സൂപ്പർ ചൂട്. എന്നാ ചൂടപ്പാ എന്ന് തമിഴ്നാട്ടിൽ ഇരിക്കുന്നില്ലേ? എല്ലാവർക്കും തിമിരം, നമ്മൾക്കെല്ലാവർക്കും തിമിരം. മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. രക്തം ചിതറിയ ചുമരുകൾ കാണാം, അഴിഞ്ഞ കോലപ്പോക്കുകൾ കാണാം. വ്യക്തികൾ വെല്ലടി വെട്ടുന്നാദം, ചില്ലുകൾ ഉടഞ്ഞു ചിതറുന്നാദം. പന്നി വെടിപ്പുക പൊന്തും തെരുവിൽ പാതിപ്പായി കൊള്ളുക നാണം. ഒഴിഞ്ഞ കൂരയിൽ ഒളിഞ്ഞിരിക്കും കുരുന്നു വീതി കണ്ണുകൾ കാണും. ഓക്കെ, താങ്ക് യു. എന്തായാലും നമ്മുടെ ടീച്ചറെ ഒന്ന് അഭിനന്ദിക്കണം, മറ്റുള്ള ഭാരവാഹികളെ അഭിനന്ദിക്കണം. കാര്യം ഇപ്പൊ അവധിക്കാലമാണെന്ന് ആശ്മി മറന്നു അല്ലേ? അവധിയായിട്ട് ഇത്രയും കുട്ടികളൊക്കെ സ്കൂളിലേക്ക് വന്നു, വളരെ സന്തോഷം. ഓക്കെ, അപ്പൊ താങ്ക് യു. വലിയ വെയിലാണെങ്കിൽ ഒരു നിലാവ് പോലെ. പറഞ്ഞോളൂ. മൊത്തം കേരളത്തിലുടനീളം പോയിട്ട് നടന്നുകൊണ്ടിരിക്കുക ആളുകളെ നിർദ്ദേശം കിട്ടിയിട്ടുണ്ടാവും കുറെ ആളുകൾ. അതെ, നമ്മുടെ ഒരു ഗവേഷണ വിങ് ഉണ്ട് നമ്മുടെ കൂടെ. അതേ കുറിച്ചിട്ട് ഒന്ന് ഞങ്ങള് അവ യഥാർത്ഥത്തില് ഒരുപാട് നിർദ്ദേശങ്ങൾ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ശിക്ഷ കുറഞ്ഞു പോകുന്നു. അതായത് 1 കിലോ കഞ്ചാവ് ഉണ്ടെങ്കിൽ ഒരാൾ അകത്തിടാൻ പറ്റും, അല്ലെങ്കിൽ ജാമ്യം നേടി പോകും. ശിക്ഷയെ പറ്റിയല്ല, അല്ല ഇപ്പൊ യൂത്തിന് അവര് അല്ല, ഇത് ഒരു കാര്യം മാത്രം ഉറപ്പിച്ച് പറയാം, കേരളത്തില് ഇതിൽ നിന്ന് രക്ഷപ്പെട്ടുള്ള ഒരു പഞ്ചായത്ത് പോലും ഇപ്പൊ ഇല്ല. അപ്പൊ അതിൽ നിന്ന് അവരെ മോചനം ഉണ്ടാക്കാനും സാറ് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ വൈകുന്നേരങ്ങളിൽ പുറത്തിറങ്ങരുതെന്നോ അല്ല, അങ്ങനെ അല്ല, നമ്മൾ പറയോ, അതായത് വീട്ടിൽ രക്ഷകർത്താക്കൾ കുട്ടികളെ ശ്രദ്ധിക്കണം. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, അതാണ് വേണ്ടത്. ഓക്കെ, അവര് ശ്രദ്ധിച്ചല്ലേ പോയി, കൈവിട്ടു പോയി. ഓക്കെ, താങ്ക് യു. അപ്പൊ താങ്ക് യു.